ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ തമ്പനെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിഫ്റ്റി കറക്ഷനിലേക്കോ എന്നതായിരുന്നു എന്റെ തമ്പനെയിൽ. അതിനെ തുടർന്ന് ഇന്ന് എന്താണ് നിഫ്റ്റിയിൽ സംഭവിച്ചത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ആ തമ്പനെയിൽ പോലെ തന്നെയായിരുന്നു നിഫ്റ്റിയിലെ മൂവ്മെന്റും. സത്യത്തിൽ നിഫ്റ്റി കഴിഞ്ഞ 5 ദിവസങ്ങളായി താന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് വരികയും അത് താഴേക്കുള്ള ഒരു മൂവ്മെന്റ് സസ്റ്റെയിൻ ആവുകയും ചെയ്താൽ 14,897 കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് റേഞ്ചിനും ഇടയിൽ നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന്. അതല്ല, ഈ റേഞ്ച് ബ്രീച്ചായി കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 14,768 അടുത്തേക്കും ആ മൂവ്മെന്റ് എത്തുമെന്നും പറഞ്ഞിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയായിരുന്നു മൂവ്മെന്റ്. നിങ്ങൾ നോക്കുക, ഫ്ലാറ്റിഷ് ഓപ്പണിംഗിന് ശേഷം താഴേക്ക് വന്നു. അതിനുശേഷം നമ്മളുടെ സപ്പോർട്ട് സോണിൽ, അതായത് 14,867 സമീപം ഒരു ദുർബലമായ റെസിസ്റ്റൻസ് നിഫ്റ്റി നടത്തിയിരുന്നു. പക്ഷേ സെല്ലേഴ്സ് നല്ല ശക്തമായി സെല്ലിംഗ് നടത്തിയത് കൊണ്ട് ബയേഴ്സിന് അവിടെ ഗ്രിപ്പ് കിട്ടിയില്ല. വീണ്ടും നമ്മുടെ രണ്ടാമത്തെ സപ്പോർട്ട് സോൺ തകർത്ത് മൂന്നാമത് ഞാൻ വീഡിയോയിൽ മാർക്ക് ചെയ്തിരുന്നു, എന്നാൽ വീഡിയോയിൽ പറയാഞ്ഞതുമായിട്ടുള്ള 14,673 കട്ട് ചെയ്ത് താഴേക്ക് പോയ ശേഷമാണ് 14,640 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇതുകൂടാതെ നമ്മൾ പിവറ്റ് പോയിന്റിനെ സംബന്ധിച്ച് ഒരു വീഡിയോ കൂടി ചെയ്തിരുന്നു. നിങ്ങളത് വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വാച്ച് ചെയ്യാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക. കാരണം എൻ്റെ ഈ ട്രേഡ് പ്ലാൻ ഏത് രീതിയിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം, എൻട്രിയും എക്സിറ്റും എങ്ങനെ കുറച്ചുകൂടി കൃത്യമായിട്ട് എടുക്കാം എന്നുള്ളതായിരുന്നു ആ വീഡിയോ. നിങ്ങൾ നോക്കുക, ആ വീഡിയോ പ്രകാരം നമ്മുടെ റെസിസ്റ്റൻസ് സോണായിട്ടുള്ള 15,101 അടുത്തേക്കൊന്നും നിഫ്റ്റി മൂവ്മെന്റ് എത്തിയില്ല. കാരണം ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് അതിനെ തുടർന്ന് താഴേക്കുമായിരുന്നു നിഫ്റ്റിയിൽ സംഭവിച്ചത്. പക്ഷേ കൃത്യമായിട്ടും തൊട്ടടുത്തുള്ള ഒരു പിവറ്റ് പോയിന്റിൽ നിന്നായിരുന്നു അതിന് റിജക്ഷൻ വന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു ക്യാൻഡിലിൻ്റെ 50% എങ്കിലും വെച്ചിട്ട് നമ്മൾ ബൈയിങ് എടുക്കാം. ഒരു പക്ഷേ നമുക്ക് 50% കിട്ടണമെന്ന് നിർബന്ധമില്ല. കൃത്യമായിട്ട് അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. ആ റിജക്ഷൻ മൂവ്മെന്റ് നിങ്ങൾ ഈ ക്യാൻഡിലോ മറ്റോ ഒരു ബൈയിങ്, അതായത് ഒരു പുട്ട് ബൈയിങ് എടുത്തിരുന്നെങ്കിൽ എത്ര കണ്ട് പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ട്രേഡ് നൽകിയതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എത്ര പേർ ഈ പിവറ്റ് പോയിന്റ് ബേസ് ചെയ്ത് നമ്മളുടെ അനാലിസിസ് ബേസ് ചെയ്ത് ട്രേഡ് എടുത്തു എന്നുള്ളത് ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എങ്ങനെയായിരുന്നു ഇത് നിങ്ങളിൽ എഫക്റ്റ് ചെയ്തത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. നോക്കുക, നമ്മുടെ അനാലിസിസ് ആണ് ഏറ്റവും മീതെ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു കോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണോ വരിക, ഒരു കൺസൾട്ടേഷൻ മൂവ്മെൻറ്റ് കഴിഞ്ഞ് മുകളിലേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ എന്ന്. അതേസമയം ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിന് ശേഷം താഴേക്കാണ് മൂവ്മെൻ്റ് എങ്കിൽ നമുക്ക് നിസ്സംശയം ഒരു പുട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ എവിടെയാണ് പുട്ട് ബൈ എടുക്കേണ്ടത് എന്നതാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നം. അതിനാണ് നമ്മൾ പിവറ്റ് പോയിന്റ് വരച്ചുകൊണ്ട് ഒരു മാർഗരേഖ തയ്യാറാക്കിയത്. കൃത്യമായിട്ടും ആ ലൈനിൽ തന്നെ നമുക്ക് ട്രേഡ് കിട്ടുകയും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഇന്നുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ FIDA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 2 പേരും സെല്ലിംഗ് സൈഡിലാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് DAI സെല്ലിംഗ് സൈഡിലായിരുന്നെങ്കിൽ ഇന്ന് FII കൂടി സെല്ലിംഗ് സൈഡിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 893.25 കോടിക്കാണ് ഇന്ന് FII സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ 919.88 കോടിക്കാണ് DAI ഇന്ന് സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ പരിശോധിച്ചാൽ നിഫ്റ്റിക്ക് കോൾ സൈഡ് ഏറ്റവും നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ വന്നിരിക്കുന്നത് 14,800 അതിനു മുകളിൽ 14,900 നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ കാണുന്നുണ്ട്. 15,000 ഏറ്റവും നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സ്ട്രൈക്ക് പ്രൈസ്. പുട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ വന്നിരിക്കുന്നത് 14,700 അതിന് താഴെ 14,600 ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ നമുക്ക് കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുട്ട് സൈഡുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ, എല്ലാ സ്ട്രൈക്ക് പ്രൈസിലെയും ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ എല്ലാം തന്നെ ദുർബലമാണ്. കോൾ സൈഡ് നല്ല ശക്തമായ രീതിയിലാണ് അക്യുമുലേഷൻ വന്നിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഗ്രസീവായിട്ട് കോൾ റേറ്റിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിച്ചാൽ 14,340, 14,473, 572 ലെവലുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും 14,817, 920 സോണുകൾ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. നിഫ്റ്റിയിലെ ട്രെൻഡ് എക്സ്ട്രീംലി ബെയറിഷ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് വൈഡ് റേഞ്ചാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ട്രേഡ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. നിഫ്റ്റിയിൽ നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട്
14,572 നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ. അത് ബ്രീച്ച് ആയാൽ അതിന് താഴെ 14,473 ആ ട്രേഡ് എത്തുന്നതാണ്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം എന്തായാലും ഒരു റിട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതിനെ തുടർന്നായിരിക്കണം നമുക്ക് പുട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുക. എപ്പോഴാണോ 14,572 ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പിവറ്റ് മാർക്ക് ചെയ്യുക, പിവറ്റിനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നമുക്ക് പുട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. നിഫ്റ്റിയിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 14,817, അതിന് തൊട്ട് താഴെ 14,760. ഈ റേഞ്ച് നല്ല രീതിയിലുള്ളൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഈ ഭാഗത്തു നിന്ന് ഒരു റിട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് താഴേക്കൊരു മൂവ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനുള്ള അവസരമായിട്ട് അതിനെ കണക്കാക്കാം. അത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആകുന്ന ഒരു ട്രേഡായി മാറും. കാരണം ഇമ്മീഡിയറ്റ് നമുക്ക് സപ്പോർട്ട് കിടക്കുന്നത് 14,640 ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ചാണ്. അതും ബ്രീച്ചായി കിട്ടിയാൽ 14,572 ആ ട്രേഡ് എത്തുന്നതാണ്. നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു ട്രേഡായിരിക്കും അത്. നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 14,572 ആ ലൈൻ ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിനും 14,640 ഇടയിൽ നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് നടത്തുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും 14,572 ബ്രീച്ചായി താഴേക്കൊരു മൂവ്മെന്റ് കിട്ടിയാൽ നമുക്ക് നിശ്ചയമായും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമ്മുടെ അടുത്ത ടാർഗറ്റ് 14,473 ആയിരിക്കും. അതിനും താഴെ 14,340 അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ട ടാർഗറ്റ്. ഒരുപക്ഷെ നാളെ ആ റേഞ്ചിനടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമോ എന്നുള്ളത് ഇത്രയും ഒരു വൈഡ് റേഞ്ച് ആയതുകൊണ്ട് സാധ്യമാണ് എന്നുള്ളത് അറിയില്ല. നമുക്ക് നാളെ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രേഡുകൾ ഒന്നായി തീരാൻ ചാൻസ് ഉള്ളത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരിക്കും. ഒരു ഫ്ലാറ്റിഷ് ഓപ്പൺ ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പൺ ആണ് വരുന്നതെങ്കിൽ അത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റിനെ കൊണ്ടെത്തിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് 14,730, 14,640 ആ റേഞ്ച് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണായിട്ട് വർക്ക് ചെയ്യും. മുകളിലേക്കാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എങ്കിൽ ഈ റേഞ്ചിനുള്ളിൽ, അതായത് 14,730, 14,640 റേഞ്ചിനുള്ളിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ റേഞ്ച് തന്നെ നല്ലൊരു വൈഡ് റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ട്രിക്കി ആയിട്ട് നമുക്ക് ഇവിടെയും പ്രോഫിറ്റബിൾ ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് 14,730 കട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 14,817 ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ്. അത് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പിവറ്റ് പോയിന്റ് നോക്കുക. മുകളിലേക്ക് കൺസൾട്ടേഷൻ കഴിഞ്ഞ്, അതായത് ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് കഴിഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് മുകളിലേക്കൊരു മൂവ്മെന്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷൻ ഇവിടെ ബൈ ചെയ്യാം. അതിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് 14,730, രണ്ടാമത്തെ ടാർഗറ്റ് 14,817 നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗിന് ശേഷം താഴേക്കാണ് മൂവ്മെന്റ് എങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 14,572 ആയിരിക്കും അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുക. സ്വാഭാവികമായിട്ടും 14,640 14,572 ഇടയിൽ നിഫ്റ്റി ഒരു സൈഡ് വൈസ് മൂവ്മെന്റിന് ശ്രമിച്ചേക്കാം. ആ മൂവ്മെന്റിന് ശേഷം അത് താഴേക്ക് 14,473 അടുത്തേക്ക് യാത്ര തുടരുന്നതാണ്. ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് വന്ന് അതിൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള മൂവ്മെന്റിൽ പിവറ്റ് പോയിന്റ് കൂടി ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ട്രേഡായി നാളെ തീരാൻ ചാൻസ് ഉള്ളത്. ഓർക്കുക, സൈഡ് വേസ് മൂവ്മെന്റ് ചിലപ്പോൾ ചില മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു നെഗറ്റീവ് പ്രഷർ ഉണ്ട്. നല്ല രീതിയിൽ സെല്ലിംഗ് കാണപ്പെടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 1-2 മിനിറ്റ് നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരിക്കാം ഒരുപക്ഷെ കിട്ടുക. അല്ലെങ്കിൽ അത് 10-15 മിനിറ്റ് വരെ നീണ്ടു നിന്നേക്കാം. അതിനുശേഷം മാർക്കറ്റ് അതിൻ്റെ ഡയറക്ഷൻ നിശ്ചയമായിട്ട് കണ്ടെത്തും. നമുക്കിവിടെ ഒരു വൈഡ് റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഏത് സൈഡിലേക്കുള്ള മൂവ്മെന്റും പ്രോഫിറ്റബിൾ ട്രേഡാക്കി മാറ്റാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നടന്ന ട്രേഡ് നിങ്ങൾ നോക്കുക. ഓപ്പണിംഗിന് ശേഷം കൃത്യമായിട്ട് നമ്മളുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ, അതായത് 36,138 ആ ട്രേഡ് എത്തിയത്. അവിടെ നിന്നാണ് റിജക്ഷൻ ആരംഭിച്ചത്. നമുക്ക് ഇവിടെ പിവറ്റ് പോയിന്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ഒരു ട്രേഡ് എടുക്കാൻ കഴിയുമായിരുന്നു. കൃത്യമായിട്ടും ഈ ക്യാൻഡിലിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ രണ്ടാമത്തെ സപ്പോർട്ട് സോണും ബ്രീച്ച് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് നടത്തി അതിനുശേഷം വീണ്ടും താഴ്ന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 35,327 ആയിരുന്നു നമ്മളുടെ രണ്ടാമത്തെ സപ്പോർട്ട് സോൺ. അതായത് 36,138 അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നിന്നും നമ്മളെടുത്ത ഒരു ട്രേഡ് 35,000
327 നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. അതിന് താഴേക്കും പോയിരുന്നു മാർക്കറ്റ്, പക്ഷേ ഇവിടെയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. 37,165 ആ ട്രേഡ് താഴ്ന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1000 പോയിന്റിന് അടുത്താണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം നമുക്ക് ട്രേഡിലൂടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നത്. നല്ല ട്രെൻഡിയായ മാർക്കറ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വേണ്ടത് കൃത്യമായിട്ട് അതിൻ്റെ ലെവൽസ് മനസ്സിലാക്കി ഏത് തരത്തിലുള്ള ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചാണ്. കൃത്യമായിട്ടും നമ്മളുടെ ടാർഗറ്റുകൾ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ പരമാവധി ആ ടാർഗറ്റ് ആക്റ്റീവ് ചെയ്ത് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഇന്നത്തേതുപോലെ നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കാൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ പരിശോധിച്ചാൽ 37,500 ഏറ്റവും നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ കാണുന്നത്. അതിനു മുകളിൽ എല്ലാ സ്ട്രൈക്ക് പ്രൈസുകൾക്കും താരതമ്യേന നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ കാണുന്നുണ്ട്. പുട്ട് സൈഡ് ദുർബലമായ ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ ആണ് നമ്മൾ കാണുന്നത്. എങ്കിലും അവിടെ താരതമ്യേന ഒരല്പം ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ നല്ല രീതിയിലെങ്കിലും കാണുന്നത് 35,100 അതിന് താഴെ 34,800 ബാങ്ക് നിഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് കാണുന്നത് 34,928 അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 35,562 34,771 34,323 നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരുന്ന മറ്റ് സോണുകളാണ്. അതേപോലെ തന്നെ 35,562 കട്ട് ചെയ്ത് നിഫ്റ്റിയുടെ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് മുകളിലേക്ക് പോകാനിടയായാൽ അത് 36,000 സമീപത്തേക്ക് ബാങ്ക് നിഫ്റ്റിയെ എത്തിക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലെ നമുക്ക് നാളെ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രേഡായി തീരാൻ ചാൻസ് ഉള്ളത് ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിന് ശേഷമുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിന് ശേഷം ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റിട്രേസ്മെൻറ്റ് കഴിഞ്ഞ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നതനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. മുകളിലേക്കാണെങ്കിൽ കോൾ ഓപ്ഷനും താഴേക്കാണെങ്കിൽ പുട്ട് ഓപ്ഷനും എടുക്കാം. നിഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഉള്ളത് 35,562 ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന കോൾ ഓപ്ഷൻ്റെ ടാർഗറ്റ് അതായിരിക്കും. അതല്ല നമ്മൾ ഒരു പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യുന്നത്, അതായത് താഴേക്കാണ് മൂവ്മെൻറ്റ് തരുന്നത്, അപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ്ങിനാണ് അവിടെ നമുക്ക് അവസരം കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 34,928 അതായിരിക്കും നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. അത് ബ്രീച്ച് ആവാനും 34,771 ആ ട്രേഡ് എത്തുന്നതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം 35,480 35,562 ഈ ലെവലുകൾക്കിടയിൽ നിന്ന് ഒരു റിജക്ഷൻ വരുന്നതിനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വരികയും അതിന് ഒരു കൺഫർമേഷൻ കൂടി കിട്ടുകയും ചെയ്താൽ നമുക്ക് പിവറ്റ് പോയിന്റ് ഒരു കൺഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വരക്കുന്ന പിവറ്റ് പോയിന്റിന് താഴേക്ക് ഒരു മൂവ്മെന്റ് വന്നാൽ നമ്മൾ അതൊരു പുട്ട് ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 35,165 ആണെങ്കിലും അത് ബ്രീച്ച് ആവാനും 34,928 അടുത്തേക്ക് ആ ട്രേഡ് എത്തുന്നതിനും നല്ല സാധ്യതയുണ്ട്. 34,928 ബ്രീച്ചായി കിട്ടിയാൽ 34,771 ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റായിട്ട് ഈ ട്രേഡ് നമ്മൾ വെക്കുക. നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുന്ന ഒരു ട്രേഡായി മാറാൻ സാധ്യതയുള്ള ഒരു ട്രേഡാണിത്. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയും അതിനെ തുടർന്ന് ഒരു റിട്രേസ്മെന്റ് കഴിഞ്ഞ് താഴേക്ക് ഒരു മൂവ്മെന്റ് തുടങ്ങുകയും ചെയ്താൽ തൊട്ടടുത്ത പിവറ്റ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അതിൻ്റെ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് എടുക്കാം, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് 34,928 ആണെങ്കിലും അത് ബ്രീച്ച് ആവാനും 34,771 അടുത്തേക്ക് ആ ട്രേഡ് എത്തുന്നതിനും ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സാമാന്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ട്രേഡ് തന്നെയാണിത്. ഫ്രണ്ട്സ്, പിവറ്റ് പോയിന്റ് ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ ഇന്നത്തെ ട്രേഡിംഗ് അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞാനിടുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ സഹ ട്രേഡേഴ്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതുമാണ്. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്